എല്ലാ കൂട്ടുകാർക്കും അന്യവാദി ക്യൂട്ട് വേൾഡിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മുടിയുടെ സംരക്ഷണത്തിനായി തൈര് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കിയാലോ. മുടിയുടെ പ്രശ്നങ്ങളെ ഏറ്റവും എളുപ്പത്തിൽ പരിഹരിക്കാനായി കേശ സംരക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന മികച്ച ചേരുവയാണ് തൈര്. പതിവായുള്ള ഇതിന്റെ ഉപയോഗം നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. തൈര് പോലുള്ള പ്രകൃതിദത്ത ചേരുവകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പുരാതന പാരമ്പര്യ കേശ സംരക്ഷണ മാർഗങ്ങളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. പ്രകൃതിദത്തവും ഔഷധസിദ്ധിയുമുള്ളതുമായ തേൻ, കറ്റാർവാഴ, നാരങ്ങ മുതലായ ചേരുവകൾ ചേർത്ത് മുടിയിൽ വിവിധ രീതിയിൽ ഇത് ഉപയോഗിക്കാം. കഴിയുമെങ്കിൽ കടകളിൽ നിന്നും വാങ്ങുന്ന തൈരിന് പകരമായി സാധ്യമെങ്കിൽ വീട്ടിൽ തൈര് നിർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുക. ഉപയോഗിക്കുന്നതിന് മുമ്പ് തൈര് മധുരമില്ലാത്തതാണെന്ന് ഉറപ്പുവരുത്തണം. മുടിയുടെ ആരോഗ്യത്തിന് തൈര് ഉപയോഗിക്കുന്ന ചില രീതികൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. മുടിക്ക് തിളക്കം നൽകാൻ കറ്റാർവാഴയും തൈരും. കറ്റാർവാഴയിൽ ഉയർന്ന ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ ഗുണങ്ങളുണ്ട്. ഇത് താരനൊഴിവാക്കിക്കൊണ്ട് മുടിക്ക് തിളക്കം നൽകും. കറ്റാർവാഴയിൽ മികച്ച മോയ്സ്ചറൈസിംഗ് ഗുണങ്ങളുണ്ട്. ഇത് മുടി മിനുസമാർന്നതും തിളക്കമുള്ളതുമായി നിലനിർത്താൻ സഹായിക്കും. 3 ടേബിൾ സ്പൂൺ കറ്റാർവാഴ ജെൽ, 2 ടേബിൾ സ്പൂൺ തൈര്, 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, 1 ടേബിൾ സ്പൂൺ തേൻ എന്നീ ചേരുവകൾ നന്നായി മിക്സ് ചെയ്തെടുത്ത് മുടിവേരുകൾ മുതൽ അറ്റം വരെ പുരട്ടുക. 30 മിനിറ്റ് കാത്തിരുന്ന ശേഷം മൃദുവായ ഏതെങ്കിലും ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളയുക. മുടിക്ക് മികച്ച തിളക്കം കൈവരിക്കാൻ ഇത് സഹായിക്കും. താരനെ നേരിടാൻ നാരങ്ങയും തൈരും. നാരങ്ങയിൽ സിട്രിക് ആസിഡും വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട്. ഇത് താരനെ ഫലപ്രദമായി ചികിത്സിക്കാൻ സഹായിക്കുന്നു. 4 ടേബിൾ സ്പൂൺ തൈര്, 2 ടീസ്പൂൺ നാരങ്ങ നീര്, 1 ടീസ്പൂൺ തേൻ എന്നീ ചേരുവകൾ ചേർത്ത് മിനുസമാർന്ന പേസ്റ്റ് ഉണ്ടാക്കുക. ഈ മിശ്രിതം തലയോട്ടിയിൽ വേര് മുതൽ അറ്റം വരെ മുടി മുഴുവൻ പുരട്ടുക. മിശ്രിതം നന്നായി ആഗിരണം ചെയ്തതിനു ശേഷം തലയോട്ടിയിൽ സൗമ്യമായി മസാജ് ചെയ്യാം. 30 മിനിറ്റ് കഴിഞ്ഞ് ചെറു ചൂടുവെള്ളത്തിൽ കഴുകുക. താരന്റെ പ്രശ്നങ്ങളെ പൂർണ്ണമായി നീക്കാൻ ഇത് ഒരാഴ്ച 2 തവണയെങ്കിലും ഉപയോഗിക്കണം. മുടിയുടെ സംരക്ഷണത്തിനായി തൈര് ഉപയോഗിക്കുന്ന ഇനിയും ചില മാർഗങ്ങളുണ്ട്. അത് അടുത്ത വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം.